ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു ടെക്നിക്കൽ വീഡിയോ അല്ല, പകരം ഫെറാരി, അതായത് കാറുകൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഹരമാണല്ലോ ഫെറാരി കാറുകൾ. ആ ഫെറാരി കാറുകൾ എവിടെയാണ് നിർമ്മിക്കുന്നത്? അതായത് ഇറ്റലിയിലെ മരനല്ലോ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ ഫെറാരി കാറുകൾ നിർമ്മിക്കുന്ന ഫാക്ടറി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റിസപ്ഷനാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ മരനല്ലോ വില്ലേജ് എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഷോപ്പിലായാലും അല്ലെങ്കിൽ ഏതൊരു ഹോട്ടലിലായാലും എവിടെ നിങ്ങൾ കയറി ചെന്നാലും ഒരു ഫെറാരി ടച്ച് അവിടെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ കണ്ട, ഈ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ഇപ്പോൾ ഇരിക്കുന്നത് കണ്ട, ഇല്ലെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ പോലെ കൊടുത്തിരിക്കുന്നത് F1 കാറിൻ്റെ മോഡലാണ്. അത് ഈ F1 കാറിൻ്റെ മോഡൽ മാത്രമല്ല, എൻ്റെ പുറകിൽ കാണാം ഈ F1 എൻജിൻ തന്നെ കാണാം. 2005 F1 ചാമ്പ്യൻഷിപ്പിൽ ഉപയോഗിച്ച എൻജിനാണ് ഇത്. V10 എൻജിനാണ്. ഏകദേശം ഒരു 855 ഹോഴ്സ് പവർ വരുന്ന എൻജിനാണിത്. ഇതാണ് F1 കാറുകളുടെ ഉള്ളിൽ, ഈ കാണുന്ന ഈ F1 കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളെ ത്രസിപ്പിക്കുന്നതായിട്ടുള്ള എൻജിൻ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഹോട്ടൽ റിസപ്ഷനാണ്. എന്നിരുന്നാലും ഇത്രയും സൗകര്യങ്ങളും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ മരനല്ലോ വില്ലേജിൻ്റെ തന്നെ പ്രത്യേകത. ഒരു ഫെറാരി ടച്ചാണ് എല്ലാത്തിലും. ഇനി നമ്മൾ പോകുന്നത് ഫെറാരി ഫാക്ടറിയുടെ മെയിൻ ഗേറ്റിനടുത്തോട്ടാണ്. ഇതാണ് മരനല്ലോ. ഈ മരനല്ലോയിലെ ഒരു റൗണ്ട് ബൗട്ടിൽ നമുക്ക് കാണാം ഫെറാരി പ്രാൻസിങ് കോഴ്സിനെ വെച്ചിരിക്കുന്നത്. നമുക്കെന്തായാലും ഫെറാരി മെയിൻ ഗേറ്റിനടുത്തുള്ള വിശേഷങ്ങൾ കാണാം. ഹായ് ഗൈസ്, ഇതാണ് ഇറ്റലിയിലെ മരനല്ലോയിലുള്ള ഫെറാരി ഫാക്ടറി. നമ്മൾ പലരും ഫെറാരി കാറുകൾ കണ്ടിട്ടുണ്ടാവും. ആ ഫെറാരി കാറുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഫെറാരി ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു പുതിയ കാറാണ്. ഈ കാറ് ഏത് മോഡലാണെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഫെറാറി ഫാക്ടറിയിൽ നിന്ന് പല പുതിയ മോഡലുകളും ടെസ്റ്റിങ്ങിനായിട്ട് പുറത്തു വരുന്നത് കാണാം. ഏതാ മോഡലും നമുക്കറിയില്ല. ഹായ്, അടിപൊളി. എൻ്റെ പുറകിൽ കാണുന്ന ഗേറ്റാണ് ഫെറാരിയുടെ, അല്ലെങ്കിൽ ഫെറാറി ഫാക്ടറി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു ഗേറ്റ് ഇതാണ്. കാരണം ഫെറാരി തുടങ്ങിയ കാലം മുതലുള്ള ഈ ഗേറ്റ് അതേപോലെ തന്നെ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ ഇതിനു മുന്നേ കുറച്ച് മുമ്പ് കാണിച്ചിരുന്ന പുതിയ ഗേറ്റാണ്. ഇതാണ് ഫെറാരി പണ്ട് മുതലേ ഉള്ള ഒരു പഴയ ഗേറ്റ്. നമുക്ക് കാണാം ഫെറാരിയുടെ ഫാക്ടറിയുടെ ഉള്ളിലല്ല, F1 കാറുകളുടെ ഡിസൈനിങ്ങും അല്ലെങ്കിൽ F1 കാറുകളുടെ ഒരു എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് വേറൊരു ബിൽഡിങ്ങിൽ തന്നെയാണ്. ആ ബിൽഡിംഗ് ഒന്ന് നമുക്ക് കാണാം. നോക്കുക, ഇതിപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഫാക്ടറിയുടെ പുറകുവശത്തായിട്ടാണ്. കാരണം ഇതൊരു റെഡ് ബിൽഡിംഗ് കാണുന്നുണ്ട്. ആ റെഡ് ബിൽഡിങ്ങിലാണ് ഫെറാരിയുടെ F1 കാറുകളുടെ എക്സ്പെരിമെൻറ്റും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് F1 കാറുകൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഫെറാരിയുടെ ഫിയറാനോ ട്രാക്ക്. അതായത് ഫെറാരിയുടെ F1 നമ്മളുടെ പ്രാക്ടീസിനും അതുപോലെ തന്നെ ഫെറാരിയുടെ ടെസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രാക്കാണ് പുറകിൽ കാണുന്നത്. ഈ ട്രാക്കിൻ്റെ ഒരു പ്രത്യേകത 12 ബെൻഡുകളോട് കൂടിയ ഏകദേശം 3 കിലോമീറ്റർ നീളം വരുന്നൊരു ട്രാക്കാണത്. ഫെറാരിയുടെ സ്വന്തം ട്രാക്കായ ഈ ട്രാക്കിൽ ഫുള്ളി എക്വിപ്ഡ് ടെലിമെട്രിക് സെൻസറുകളോട് കൂടിയതാണ്. അതായത് ഫെറാരി കാറുകളുടെ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ കോർണറിങ്, ട്രാക്ഷൻ കൺട്രോളൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ട്രാക്ക് കൂടിയാണ് ഇത്. ഇത് അവിടെ ഒരു ഫെറാരി സ്റ്റോറുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം ഫെറാരി സ്റ്റോറിൽ എന്തൊക്കെയാണെന്നുള്ളത്. വാ, ഓക്കെ, ഫെറാരി സ്റ്റോറിലോട്ട് പോകാം. അയ്യോ, ഇവിടെ സിഗ്നലായി. ഇതാണ് ഫെറാരി സ്റ്റോർ. ഇറ്റലി ഫെറാരിയുടെ ഫാക്ടറിക്ക് തൊട്ട് മുന്നിലുള്ളൊരു ഫെറാരി സ്റ്റോറാണിത്. നമുക്കൊന്ന് കയറി നോക്കാം, ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ തുറക്കുന്നില്ലല്ലോ. ആ, തുറന്നു. ഓ F1 കാറ് തന്നെ. ഹായ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫെറാരി ഫാക്ടറിയുടെ ഉള്ളിൽ എങ്ങനെയാണ് ഫെറാരി കാറുകൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് ഇനി നമുക്ക് നോക്കാം ഒരു ഫെറാരി ഫാക്ടറി ടൂർ. ഫെറാരി ഫാക്ടറിയുടെ ഉൾഭാഗത്ത് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് അനുവാദമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാണുന്ന വീഡിയോ ഞാൻ എടുത്തതല്ല, ഫെറാരിയുടെ ഒഫീഷ്യൽ വീഡിയോ തന്നെയാണ്.
കണ്ട വളരെ ഗ്രീനറി ആയിട്ടുള്ളൊരു സെറ്റാണ് ഫെരാരിയുടെ അസംബ്ലി ലൈനിലും കാണുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫെരാരിയുടെ ബോഡി പാനൽ റോബോട്ടൈസ്ഡ് വെൽഡിംഗ് ആണ്. അതിനുശേഷം റെഡിയാവുന്ന ബോഡികൾ, അതായത് വെഹിക്കിൾ ബോഡികൾ പെയിൻറ്റിങ് പ്രോസസ്സിലോട്ട് പോവുകയാണ് ചെയ്യുക. അടുത്ത് നമുക്ക് കാണാം പെയിൻറ്റിങ് പ്രോസസ്സ്. അതിന് മുന്നേ ബോഡി കണ്ടീഷൻ ചെക്ക് ചെയ്താണ് കണ്ടത്. ഇതാണ് പെയിൻറ്റിങ് പ്രോസസ്സ്. റോബോട്ടുകൾ തന്നെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. എന്നാലും ചില ഏരിയകളിൽ പെയിൻറ്റ് എത്താതെ വരികയോ അല്ലെങ്കിൽ ചില റോബോട്ടുകൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും മാനുവലായി തന്നെയാണ് പെയിൻറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്തി വീണ്ടും ഏതെങ്കിലും ഏരിയയിൽ പെയിൻറ്റ് എത്താതെ വീണ്ടും പെയിൻറ്റിങ് പൂർത്തിയാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു ഫൈനൽ ഇൻസ്പെക്ഷൻ ശേഷം ചെയ്യുന്നതാണ്. ഇത് ഒരു വേറൊരു കളർ, അതായത് ഒരു റെഡ് കളർ, നേരത്തെ ഒരു വൈറ്റ് കണ്ടു, ഇതിന് റെഡ് കളർ റോബോട്ടുകൾ പെയിൻറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. ഇനി വീൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാം 5 വീൽ ബോൾട്ടും ഒരേ സമയം തന്നെ ഫിക്സ് ചെയ്യാവുന്ന തരത്തിലാണ് അസംബ്ലി ലൈനിൽ വീലുകൾ ഫിക്സ് ചെയ്യുന്നത്. ഫ്രണ്ട് ബമ്പർ ഫിക്സ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. സസ്പെൻഷൻ, അതുപോലെ തന്നെ റിയർ ടെയിൽ ലാമ്പാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് ഏറ്റവും രസകരമായ സംഭവം, അതായത് വിൻഷീൽഡ് ഗ്ലാസ്സിൽ റോബോട്ടൈസ്ഡ് സീലൻ്റ് ആപ്ലിക്കേഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഈ റോബോട്ട് തന്നെയാണ് വിൻഷീൽഡ് ഗ്ലാസ് ഫിക്സ് ചെയ്യുന്നത്. അതായത് ഏതാനും സെൻസറുകളുടെ സഹായത്തോടെ അലൈൻ ചെയ്തുകൊണ്ടാണ് റോബോട്ട് വിൻഷീൽഡ് ഗ്ലാസ് ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് കാണാം. റിയർ ഗ്ലാസും അതുപോലെ തന്നെയാണ് റോബോട്ടുകൾ സെൻസറുകളുടെ സഹായത്തോടെ ഫിക്സ് ചെയ്യുന്നത്. ഇനി കംപ്ലീറ്റ് ട്രാൻസ്മിഷൻ അസംബ്ലി ഫിക്സ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം ട്രാൻസ്മിഷൻ അസംബ്ലി കംപ്ലീറ്റ് എൻജിൻ ട്രാൻസ്മിഷൻ അസംബ്ലി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ ബോഡിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്റ്റിയറിംഗ് വീലിലും അതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ ഫിക്സ്മെൻറ്റും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ എല്ലാ എൻജിൻ കൺട്രോൾ, അതുപോലെ തന്നെ എല്ലാ കമ്പ്യൂട്ടറുകളും വർക്കാവുന്നുണ്ടോ എന്നുള്ളൊരു ഇൻസ്പെക്ഷനാണ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ഫെരാരി റെഡിയാവും. ഇപ്പോൾ നമ്മുടെ ഫെരാരി റെഡിയായി, റെഡി ഫോർ ടെസ്റ്റ് ഡ്രൈവ്.